അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, വിജ്ഞാന കുതുകികളെ, നമ്മുടെ കേരളത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പണ്ഡിതന്മാരെയും വലിയ വിജ്ഞാനികളെയും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ, നൂറുൽ ഉലമ തുടങ്ങിയ മഹാന്മാർ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാർ. ഈ കൂട്ടത്തിൽ നമുക്ക് അല്ലാഹു തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട ഖലമുൽ ഇസ്ലാം എന്ന പേരിൽ നമ്മളൊക്കെ അറിയുന്ന പരിചയപ്പെട്ട കോടമ്പോഴ ഉസ്താദ്. കോടമ്പോഴ ഉസ്താദ് വൈജ്ഞാനിക രംഗത്ത് നൽകിയ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതിനോട് കിടപിടിക്കുന്ന കോൺട്രിബ്യൂഷൻസ് നൽകിയ പണ്ഡിതന്മാർ കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഖലമുൽ ഇസ്ലാം എന്ന പേര് സൗന്ദര്യത്തിനു വേണ്ടി വെറുതെ നൽകപ്പെട്ടതല്ല, മറിച്ച് ബഹുമാനപ്പെട്ടവരുടെ ആ വൈജ്ഞാനിക സംഭാവനകളെ കൃത്യമായി വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നൽകപ്പെട്ട ഒരു ടൈറ്റിലാണ്. ബഹുമാനപ്പെട്ടവരുടെ അനേക ഗ്രന്ഥങ്ങളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ബഹുമാനപ്പെട്ടവരുടെ തൈസീറുൽ ജലാലൈൻ എന്ന ഗ്രന്ഥവുമായി ഒറ്റക്കാര്യം ഉണർത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം, തൈസീറുൽ ജലാലൈൻ എന്ന് പറഞ്ഞാൽ ജലാലൈനിയുടെ ഇബാറത്തുകൾ ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കുമൊക്കെ വളരെ എളുപ്പമായ രീതിയിൽ വിശദീകരിക്കുന്ന ഒരു വിശദീകരണ ഗ്രന്ഥമാണ്. എനിക്ക് തൈസീറുൽ ജലാലൈൻ 10 വാള്യങ്ങൾ, ആ 10 വാള്യങ്ങളിൽ തന്നെ ഇടക്കിടക്ക് ചില വിഷയങ്ങൾ നോക്കിയിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ തഫ്സീറുൽ ജലാലൈനി ദർസ് നടത്തുന്ന നല്ല തഹ്ഖീഖുള്ള പല ആലിമീങ്ങളും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കോടമ്പോയ ഉസ്താദിൻ്റെ ഈ തൈസീറുൽ ജലാലൈൻ എന്ന കിതാബ് മുദരിസുമാർക്കും മുതഅല്ലിമീങ്ങൾക്കും എല്ലാം ഒരുപോലെ വളരെയധികം ഫലവത്തായ ഗ്രന്ഥമാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ബാബുസ്താദിൻ്റെ തൈസീറുൽ ജലാലൈനി ആ തഫ്സീറുൽ ജലാലൈനിക്ക് വളരെ വലിയ ഒരു ഗൈഡായി അല്ലെങ്കിൽ ഒരു സഹായിയായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തഫ്സീറുൽ ജലാലൈനിക്കുള്ള തൈസീറുൽ ജലാലൈനിയുടെ 30ാം വാള്യം പൂർത്തിയാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഡിസംബറിൽ കോടമ്പുഴ ദാറുൽ മആരിഫ് ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് അതിൻ്റെ പ്രകാശനം നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കൈവശം തന്നെ അതിൻ്റെ 10 വാള്യങ്ങളേ ഉള്ളൂ എന്ന്. ബഹുമാനപ്പെട്ട കോടമ്പോഴ ഉസ്താദിൻ്റെ ഇത്തരം ഗ്രന്ഥങ്ങൾ യഥേഷ്ടം വായനക്കാരുടെ കയ്യിൽ, അഥവാ ആ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള, അത് അത്യാവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനവും കൂടി നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കുന്നവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്ക് സൗജന്യ ഗ്രന്ഥോപഹാരം നടത്തുക എന്ന ഒരു തുല്യതയില്ലാത്ത കാര്യവും കൂടി ബഹുമാനപ്പെട്ട കോടമ്പോഴ ഉസ്താദ് ദാറുൽ മആരിഫ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തി വരുന്നുണ്ട്. ആകയാൽ ഡിസംബറിൽ നടക്കുന്ന ഈ 30 വാള്യങ്ങളും ഒരുമിച്ച് കൊണ്ട് സമർപ്പിക്കുന്ന ആ ചടങ്ങിൽ സാധിക്കുന്നവരൊക്കെ സംബന്ധിക്കണം. ആ പരിപാടി ഡിസംബർ 8 വാദി ഇർഫാനിൽ വെച്ചാണ്. മാത്രമല്ല, പണ്ഡിതന്മാർക്ക് ഈ 30 വാള്യവും ഒരുമിച്ച് ലഭ്യമാക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഫണ്ടിങ് സ്വഭാവം അല്ലെങ്കിൽ സ്പോൺസറിങ് സ്വഭാവവും കൂടി ഉണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിന് സാമ്പത്തികമായി ചെയ്യാവുന്ന കഴിയുന്ന സഹായങ്ങളെല്ലാവരും ചെയ്തു കൊടുത്തുകൊണ്ട് ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങളെ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന, ഫലപ്പെടുന്ന പണ്ഡിതന്മാർക്ക്, ആലിമീങ്ങൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് അതിൻ്റെ എല്ലാം കോപ്പി എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സ്പോൺസറിങ് അല്ലെങ്കിൽ തക്കാഫുൽ സംവിധാനത്തിൽ എല്ലാവരും ഭാഗവക്കാകണം എന്നുകൂടി ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ഖുർആൻ സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ
അത്തരം സൽക്കർമ്മങ്ങളോട് സഹകരിക്കൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നേറണം എന്ന് എന്നോടും മറ്റുള്ളവരോടും വസിയ്യത്ത് ചെയ്ത് നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.